ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കൂടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നൊന്ന് ജസ്റ്റ് പുറത്ത് പോകാണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യമായിട്ടൊന്നും കഴിക്കുന്നില്ല, വേഗം തന്നെ ഇറങ്ങാമെന്നുള്ള രീതിയിൽ ഞാൻ എഗ്ഗാണ് കഴിക്കുന്നത്. മക്കൾ ബ്രെഡ് ന്യൂട്ടെല്ല മതി എന്നും പറഞ്ഞ്, പിന്നെ ദോശയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, മമ്മിക്കുള്ളതല്ലേ. അപ്പോൾ അങ്ങനെ ദോശയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ സുജിയും എഗ്ഗ് മതി, അങ്ങനെ ഇറങ്ങാം എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം ഡ്രസ്സൊക്കെ മാറി ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ, സുജിക്ക് 2 വണ്ടി എടുക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പുതിയ വണ്ടി 2 എണ്ണമാണോ എടുക്കുന്നത്? അങ്ങനെയല്ല കേട്ടോ. സുജിക്ക് കുറച്ചൊരു ഓഫ് റോഡ് ഭ്രാന്ത് ഉണ്ട് എന്നുള്ളത്, വണ്ടി ഭ്രാന്തും ഓഫ് റോഡ് ഭ്രാന്തും ഒക്കെ ഉണ്ട് എന്നുള്ളത് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും. കുറച്ച് വണ്ടിൻ്റെ ക്രേസ് കുറച്ച് കൂടുതലാണ് ആൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ള വണ്ടി ഉണ്ടായിരുന്ന 2 വണ്ടി സുജി കുറച്ച് മോഡിഫൈ ചെയ്യാനും കുറച്ച് ഫീച്ചേഴ്സൊക്കെ കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് രണ്ട് സ്ഥലങ്ങളിലായിട്ട് പണിയെടുക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇന്ന് കിട്ടുന്ന ദിവസമാണ്. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെറിയൊരു ഇവൻറ്റ് പോലെ വെച്ചതാണ് കേട്ടോ. അങ്ങനെ എന്താ പറയുക, അവർക്കൊരു പ്രൊമോഷൻ വർക്കും ഉള്ള രീതിയിലും, കാരണം എന്താ പറയുക, ജിംനിയിൽ ഇത്രയും ഫീച്ചേഴ്സൊക്കെ ആദ്യമായിട്ടാണ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് എന്താ പറയുക, കുറച്ചൊരു പ്രൊമോട്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഉള്ള രീതിയിൽ ചെറിയൊരു ഇവൻറ്റ് വെച്ചതാണ് കേട്ടോ. അപ്പോൾ മക്കൾ കീ വാങ്ങണം എന്നാണ് സുജിൻ്റെ ആഗ്രഹം. കാരണം സുജിക്ക് അങ്ങനെ മുന്നോട്ടേക്ക് വരാനൊക്കെ കുറച്ച് ഷൈ ആയിട്ടുള്ള ആളാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് അത് ബോറല്ലേ എന്നുള്ളത് ചിന്തിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് മക്കളെ കൊണ്ട് കീ വാങ്ങിപ്പിക്കാം എന്നുള്ള രീതിയിലാണ് സുജി ചെയ്യുന്നത്. അപ്പോൾ അതാണ് മക്കളെയും കൂട്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനും വന്നിട്ടുള്ളത്, മക്കളെ കൂട്ടിയതുകൊണ്ടാണ് ഞാനും വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ എന്താ പറയുക, അതിൻ്റെ ഇടയിൽ സുജിൻ്റെ ഫ്രണ്ട് മക്കൾക്ക് കുറച്ച് മുട്ട പപ്സും കുറച്ച് ചിക്ക് ജ്യൂസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ജ്യൂസ് കുടിച്ച് അതിൻ്റെ ഇടയിൽ കൂടെ രസമല്ലേ. അപ്പോൾ മധുരമൊക്കെ പാടെ ഒഴിവാക്കണം എന്ന് വിചാരിച്ച ആളായിരുന്നു ഞാൻ, പക്ഷെ ഒന്നും നടന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് കൺട്രോൾ ചെയ്ത് ഇങ്ങനെ പോകുന്നുള്ളൂ. എന്താ ഡയറ്റൊന്നും ആയിട്ടില്ല. അങ്ങനെ ചെറിയൊരു കേക്ക് കട്ടിങ് ഉണ്ട്. അതിൻ്റെ മുമ്പ് തന്നെ എന്താ പറയുക, 1-2 ആൾക്കാർ വരാനുള്ളതുകൊണ്ട് കുറച്ച് ഇങ്ങനെ പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്യാപ്പിൽ സുജിയുടെ ഫ്രണ്ട് മക്കളെയും കൊണ്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ആ വണ്ടിയിൽ കയറ്റി ഒന്ന് റൗണ്ട് അടുപ്പിച്ച് കൊണ്ടുവന്നു. അപ്പോൾ ഇതിന് എല്ലാവരും വന്നു കേട്ടോ. അപ്പോൾ കേക്ക് കട്ടിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഉള്ള രീതിയിലായി. മക്കൾ 2 ആളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കേക്ക് കട്ട് ചെയ്ത്, എന്താ പറയുക, ഒരാൾ ആ റെഡ് ഷർട്ട് ഇട്ട ആളാണ് ജിംനിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത്, ഇപ്പുറത്തുള്ളത് ആ ജീപ്പിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 ആൾക്ക് കേക്ക് കൊടുത്ത് മക്കളെല്ലാവരും അടിപൊളിയാക്കി. അതാ 2 ആളും വണ്ടീൻ്റെ കീയൊക്കെ ഇതാക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് മറ്റേ ആൾ അങ്ങനെ രസത്തിൽ അങ്ങനെ വണ്ടീൻ്റെ കീ ഒന്നുമില്ല, ഒരു ജസ്റ്റ് ഒരു ഫൺ പോലെ കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കീയൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 വണ്ടിയിലൊന്ന് റൗണ്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ആദ്യം ജിംനിയിലാണ് ഇറങ്ങിയത്. അപ്പോൾ അതിൽ ഫ്യൂവൽ നന്നേ കുറവായിരുന്നു. അപ്പോൾ അതൊന്ന് ആദ്യം അടിച്ചിട്ട് വരാം എന്നുള്ള രീതിയിൽ റോഡ് കൂടെ ഒരു ചെറുതായിട്ട് റൗണ്ട് അടിയും കൂടി ആയല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതിലൊക്കെ നിറച്ചു. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എന്താണോ സംസാരിക്കുന്നതിന് ആ സംസാരിക്കുന്നതിൻ്റെ വോയിസിൻ്റെ ഒച്ചൻ്റെ കൂടുതലും കുറവ് അനുസരിച്ച് അതിലിങ്ങനെ കാണിക്കും കേട്ടോ. ഇപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ചെറുതായിട്ട് സംസാരിച്ച് ചെറുതായിട്ട് കണ്ടോ ലൈറ്റ് ഇങ്ങനെ പായും, നന്നായിട്ട് ഒച്ചത്തിൽ എന്ന് പറഞ്ഞാൽ അതിന് നന്നായിട്ട് ലൈറ്റ് ഇങ്ങനെ കത്തും. അപ്പോൾ മക്കളിങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അതിങ്ങനെ ഇതാവണത്. അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ അങ്ങനെ ഫണ്ണായിട്ടും ചെയ്തിട്ടുണ്ട്. പിന്നെ ഓഫ് റോഡ് പർപ്പസിനായിട്ട് വേറെയും കുറേ ഫീച്ചേഴ്സൊക്കെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അങ്ങനെ കൂടുതലായിട്ട് പറഞ്ഞു തരാൻ എനിക്ക് അറിയാത്തതുകൊണ്ടാട്ടോ. അപ്പോൾ അങ്ങനെ ഒക്കെ ആഡ് ചെയ്തപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജീപ്പിലും അങ്ങനെ ഒന്ന് ഓടിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ. ജീപ്പിൽ 2 സീറ്റേ ഉള്ളൂ. അതുകൊണ്ട് എന്താ പറയുക, ആദ്യം ഞാനും സുജി മാത്രമായിട്ട് പോയി. പിന്നെ മക്കളെ ഓരോരുത്തരായിട്ട് കയറ്റാമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഇവരേതായിട്ടുള്ള എന്താ പറയുക പ്രാന്തുകളായിരുന്നു. കണ്ടില്ലേ, ജിംനി അങ്ങനെയൊക്കെ ഓടിക്കാൻ പാകത്തിനാണ് അതിൻ്റെ ടയറൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇതൊക്കെ എന്താന്ന് തോന്നിപ്പോവും. പിന്നെ ഇവർക്ക് ചെറുതായിട്ടൊരു പ്രാന്ത് ഉള്ളതുകൊണ്ട് തന്നെ ഒരു വണ്ടീൻ്റെ ടയറിൻ്റെ മുകളിൽ മറ്റേ വണ്ടീൻ്റെ ടയർ കയറ്റി ഇറക്കി അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ ആദ്യം കയറ്റി ഇനി ശരിയായില്ല, ഒന്നും കൂടി കയറ്റാം എന്നുള്ള രീതിയിൽ അങ്ങനെ ഇവർക്ക് ശരിക്കും പ്രാന്താണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ കുറേ രംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബാക്കത്തെ ടയർ എന്താ പറയുക, മറ്റേ ടയറിൻ്റെ മുകളിൽ കുറേ നേരം
അങ്ങനെ കയറ്റി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ അവരെടുത്തതിന് ശേഷം പിന്നെ ഇനി ബാക്കത്തെ ടയർ വേണ്ട മുന്നത്തെ ടയറാവാം എന്നുള്ള രീതിയിൽ മുന്നിലേക്ക് കിടക്കുന്നുണ്ടായിരുന്നു. നമുക്ക് അന്നേരം ഭ്രാന്താണെന്നൊക്കെ തോന്നും, പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു ഇവർ എഫേർട്ട് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബാക്കത്തതിന് ശേഷം മുന്നത്തെ ടയറിൽ രണ്ടും കയറ്റാനുള്ള ഭയങ്കര പരിശ്രമമായിരുന്നു അവർ. അതൊക്കെ കഴിഞ്ഞിട്ട് അതിന് മുന്നിൽ നിന്ന് കുറച്ച് എന്താ പറയുക, കുറച്ച് ഫോട്ടോസും വീഡിയോസും എപ്പോഴും എടുക്കണ അങ്ങനെയാണല്ലോ. അങ്ങനെ ഞങ്ങൾ ഒക്കെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന വീഡിയോസൊക്കെ ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടില്ലേ, ഒരു വണ്ടി മറ്റേ വണ്ടീൻ്റെ മുകളിൽ കയറ്റിയിട്ട് ഒരു വണ്ടി ഫുൾ എയറിൽ നിൽക്കുന്ന വണ്ടിയില്ലേ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഒരു മനസ്സുഖം കിട്ടുന്നുണ്ടാവും. അപ്പോൾ മക്കൾ അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് കുറച്ച് ഫോട്ടോസും ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് മക്കൾക്ക് നേരത്തെ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതിലിങ്ങനെ റൗണ്ട് അടിക്കാന്നുള്ളത്. അപ്പോൾ രണ്ട് സീറ്റ് ഉള്ളതുകൊണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ആക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ആദ്യം ആര്യനെ കയറ്റി ഒന്ന് റൗണ്ട് അടുപ്പിച്ച് കൊണ്ടുവന്നിട്ട് റെയിനും കയറ്റി ഒന്ന് ഇതാമാതിരി എട്ടൊക്കെ ഇട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എന്താ പറയുക, 4 വീലർ എടുത്ത് നമ്മൾ എച്ചല്ലേ ഇടാം, ഇതിപ്പോൾ 4 വീലർ കൊണ്ട് 8 ഇട്ട് കളിക്കുന്നുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ കൂടുതൽ ഇവരെ വിക്രസൊന്നും കാണാൻ ഞാൻ നിന്നില്ല. ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നു കേട്ടോ. സുജി അവിടെ തന്നെ ഉണ്ട്. ഞാൻ തിരിച്ച് മക്കളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നു, കാരണം അത്രയും ചൂടായിരുന്നുണ്ട്, നിന്ന് ഒരുങ്ങിയായിരുന്നു. പിന്നെ എന്താ പറയുക, അവിടെ ഫുള്ള് ഇമ്മാതിരി പ്രാന്ത് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അത്രക്കട്ട് പ്രാന്തില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് മക്കളെയും കൂട്ടി വന്നു കേട്ടോ. നല്ല വിശക്കുണ്ടായിരുന്നു, വിശന്നങ്ങോട്ട് കണ്ണ് കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ചേച്ചിയെ എന്താ ഉണ്ടാക്കി വെച്ചെന്ന് ചോദിച്ചപ്പോൾ ചേച്ചി നല്ല മമ്പയർ ഓലം പോലെ വെച്ചിട്ടുണ്ടായിരുന്നു, തലേന്നത്തെ മോരുകറിയുണ്ട്, പിന്നെ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ രാവിലത്തെ എഗ്ഗ് ബാക്കിയുണ്ട്. അപ്പോൾ അതും ചോറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ കുറച്ച് ചോറും മമ്പയറും കുറച്ച് മോരുകറിയും ചിക്കൻ കറിയും എല്ലാം എടുത്തിട്ട് ഒരു പിടിയും കടി പിടിച്ചിട്ടോ. എന്തൊരു സമാധാനമായിരുന്നു അറിയാം, നല്ലൊരു സമാധാനമായിരുന്നു. പിന്നെ വെയിലൊക്കെ കൊണ്ടുകൊണ്ട് എന്താ എനിക്കറിയില്ല, ഭയങ്കര തലവേദനയായിരുന്നു കേട്ടോ, ഒട്ടും സഹിക്കാൻ പറ്റാത്ത തലവേദനയായിരുന്നു. പിന്നെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ മുകളിലേട്ടേക്ക് ഒന്നിരിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. മുകളിൽ നമ്മളെ ചെടികളൊക്കെ ഇല്ല, അതിന് വെള്ളം നനക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ അങ്ങനെ ഒന്ന് കയറി കേട്ടോ. ചെടികളൊക്കെ നന്നായിട്ട് വളരുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ തൈ വാങ്ങി കുഴിച്ചിട്ടതായിരുന്നു, ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അതിൽ വൈറ്റ് ഫ്ലവർ എല്ലാം അധികം എൻ്റെ കയ്യിൽ ബോഗൻവില്ലയാണ്, അതൊക്കെ വളർന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല കളറിൽ നല്ല ഫ്രഷ് ആയിട്ട് വരുന്നത് കാണുമ്പോൾ എന്തോ ഒരു സുഖം. അതിലൊക്കെ ഇങ്ങനെ പതുക്കെ വരുന്നുണ്ട്. ഇത് ഓറഞ്ച് ബോഗൻവില്ലയാണ്. ഇതും ഒരു പിങ്കാണ്, പക്ഷെ ആ പിങ്കിൻ്റെ അതേപോലെയല്ല, ലീഫിനൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. ഇതും അങ്ങനെ വരുന്നുണ്ട്. ഇത് ഒരു വേറെ തന്നെ ഒരു ടൈപ്പാണ്. ഇലയൊക്കെ കണ്ടില്ലേ, ഇതും ബോഗൻവില്ലയാണ്, നല്ല നല്ല ഭംഗിയിൽ വളരുന്നുണ്ട്. ഇതും നല്ല ഭംഗിയിൽ വരുന്നുണ്ട് കേട്ടോ. ഇതും ഒരു യെല്ലോ ആയിരുന്നു, ഞാൻ നട്ടത്തിന് എന്തോ ഒരു ചെറിയ പ്രശ്നം പറ്റിയിട്ട് വീണ്ടും നട്ടതാണ്, അപ്പോൾ അങ്ങനെ പിടിച്ച് ഓക്കെ ആയി വരുന്നുള്ളൂ. ഇതെന്തോ റൂബി റെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തന്നതാണ്. ഇത് കാണുമ്പോൾ ഒരു പിങ്ക് പോലെ, പിന്നെ നന്നായിട്ട് പിന്നെ അത് റെഡായി വരും എന്നാണ് അവർ പറഞ്ഞത്. സെറ്റായി വരുന്നുള്ളൂ കേട്ടോ. ഇതൊരു ഓറഞ്ചാണ്, കണ്ട അവിടെ സൈഡിലൊക്കെ ഇങ്ങനെ ഉണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ബോഗൻവില്ല കളക്ഷൻസ്. ഇത് ഒരു ക്ലൈംബിങ് ഒരു സംഭവം വെച്ചതാണ്, ഇങ്ങോട്ടേക്ക് ഇങ്ങനെ പടർന്ന് കയറാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ഗ്രില്ലാണ് അങ്ങോട്ടേക്ക്. അപ്പോൾ ആ സൈഡിലൊന്ന് വെച്ചിട്ടുണ്ട്, ഈ സൈഡിലൊന്ന് വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് ബാബി വന്ന് ഹായ് കുറച്ചേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നല്ല സൈക്കിൾ ഓടിച്ച് കളിച്ചോ. ഇതൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് ബാബിനോട് കൊണ്ടുവരിപ്പിച്ചതാണ്. ഒക്കെ ഇങ്ങനെ പിടിച്ച് വരുന്നുണ്ട് കേട്ടോ. ഒന്നും അങ്ങനെ വാടിപ്പോയിട്ടൊന്നുമില്ല. ഈ ഒരു ലീഫിന് എന്തോ ഒരു പ്രശ്നം പറ്റിയെന്നല്ലാണ്ട് ഞാൻ റോസ് വാങ്ങിയതാണ്. ഞാൻ കൊണ്ടുപോയിട്ട് അങ്ങ് അത്രയും വെയിലുള്ള സ്ഥലത്ത് കൊണ്ട് വെച്ചപ്പോൾ റോസ് വാടിക്കരിഞ്ഞു പോയി. അപ്പോൾ ഞങ്ങൾ ഇങ്ങനൊരു ഷെയ്ഡ് ഉണ്ട് കേട്ടോ, അവിടെ വെച്ചപ്പോൾ ഇത് നല്ലപോലെ വളർന്ന് വരുന്നുണ്ട്, ഓക്കെ ആവുന്നുണ്ട് കേട്ടോ. ഇത്രയാണ് ഈ ഒരു സൈഡിൽ. പിന്നെ ഇപ്പുറത്തും കുറച്ചുണ്ട്, കണ്ടോ, കുറച്ച് കാക്ടസും
അങ്ങനെ കുറച്ച് പിന്നെന്താണ് ഹാർട്ട് ബ്രോക്കൺ മോൺസ്റ്റർ അങ്ങനെ എന്തോ അല്ല അതിൻ്റെ പേര്. എനിക്ക് ഫുള്ളായിട്ട് എല്ലാത്തിൻ്റെയും പേര് അറിയില്ല കേട്ടോ. ഒന്നാമത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ ചെടി അതിനെക്കുറിച്ച് അറിയണ ആളല്ല. ഇപ്പം ഇങ്ങനെ അതിന് വേണ്ടി പഠിച്ച് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കളക്ഷൻസ്. അവിടെ ഫ്രണ്ടിൽ മുറ്റത്ത് അങ്ങനെ ഞാൻ വെക്കാറില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ സുജി ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ചെടികൾ നല്ല മരങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് സുജി കുറച്ചും കൂടി പാർക്കിങ്ങിന് പ്രിഫറൻസ് കൊടുത്തിട്ടാണ് മുറ്റം റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരുപാട് ചെടികളൊന്നും വെക്കാനുള്ള പെർമിഷൻ ഇല്ല. അപ്പം എൻ്റെ എല്ലാ കലാവിരുതും ഞാൻ ഈ ബാൽക്കണിയിൽ അങ്ങോട്ട് തീർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഇത്. ഞാൻ ഇന്ന് മെയിനായിട്ട് കഴിച്ചത് രാവിലെ എഗ്ഗാണ്. കുറച്ച് കോഫി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെന്താ കഴിച്ചത്, പുറത്ത് പോയപ്പോൾ ഇച്ചിരി ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ഇച്ചിരി കേട്ടോ. അങ്ങനെ മുഴുവനായിട്ട് എനിക്ക് തന്ന ആ ഒരു കപ്പ് ഫുൾ അങ്ങനെയൊന്നും ഞാൻ കുടിച്ചിട്ടില്ല. പിന്നെന്താ, ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഫുള്ള് ഞാൻ കട്ട് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം അത്രയും ഞാൻ വിഷമിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് എനിക്ക് ചേച്ചി, ഞാൻ ഡ്രസ്സ് മാറ്റാൻ പോകണമെന്ന്, ചേച്ചി അതൊന്ന് കട്ട് ചെയ്ത് വെക്കുമെന്ന് ചോദിച്ച് ഞാൻ ഡ്രസ്സ് മാറ്റി വന്നപ്പോൾ അത് കണ്ടപ്പോൾ അങ്ങനെ അങ്ങോട്ട് ഗ്ലപ്പ് അങ്ങനെ അങ്ങോട്ട് കഴിച്ചു കേട്ടോ. അല്ലാണ്ട് എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഓർമ്മയൊന്നും അന്നേരം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 3:30 ആ ഒരു ടൈം ആയപ്പോഴാണ്, 3:30-4 മണി ആ ടൈം ആയപ്പോഴാണ് ഞാൻ ചോറ് കഴിച്ചത്. അത്യാവശ്യം ഞങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ, നല്ല ക്വാണ്ടിറ്റിയിൽ ഞാൻ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊന്നും കഴിക്കണ്ട എന്നുള്ളൊരു ഇതിലാണ്. ഇനി വിശക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിക്കണം. അല്ലാതെ ഹെവി ആയിട്ട് കാബ്സ് ഒന്നും അകത്ത് കയറുന്ന രീതിയിൽ കഴിക്കരുത് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ നല്ലോണം വെള്ളം കുടിക്കുന്നുണ്ട് ഞാനിപ്പോൾ. വെള്ളം കുടിയാൻ ഇത്രയും വലിയ മടിച്ച് വേറെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ മറന്നു പോവുകയും ചെയ്യും. ഭയങ്കര മടിയാണ് ആ വെള്ളം കുടിക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പ്രശ്നങ്ങളും വരും കേട്ടോ. എനിക്ക് പെട്ടെന്ന് യൂറിനറി ഇൻഫെക്ഷനൊക്കെ വരും. അപ്പോൾ എന്തായാലും ഇപ്പോൾ വെള്ളം കുടിക്കുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണം. പിന്നെ നോമ്പിൻ്റെയൊക്കെ മുന്നേ 82 കിലോ ആയിരുന്നു. നോമ്പൊക്കെ കഴിഞ്ഞ് പെരുന്നാളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ 89 അതിന് 90 ആയി. സെഞ്ചുറി ഒക്കെ അടിക്കാണ്ട് വേഗം കുറക്ക് ഒരു 80 തന്നെ എത്തിക്കണം. അതാണ് ഇപ്പോഴത്തെ ഒരു അജണ്ട കേട്ടോ. അപ്പോൾ കുറക്കണം, അല്ലാതെ ശരിയാവില്ല. കയറിയിട്ട് വെള്ളം നനയ്ക്കണതിന് മുന്നേ ഞാൻ കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്നുണ്ടായിരുന്നു. അപ്പോൾ മക്കൾ വേഗം കളിയൊക്കെ കഴിഞ്ഞ് കയറി വന്നിട്ട് ഇതാ മക്കൾ തന്നെ വെള്ളം നനക്കാമെന്ന് പറഞ്ഞിട്ട് ഇതാക്കി കേട്ടോ. പിന്നെ ഞാൻ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കാരണം ഞാൻ പ്രത്യേകിച്ച് ഒന്നും കഴിച്ചില്ല. ഞാൻ വെള്ളം കുടിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ചെയ്തത്. കാരണം നല്ല ചോറ് കഴിച്ചതുകൊണ്ട് അതുമൂലം കണ്ട് ഒതുക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നാളത്തെ വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ.